നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ഡിസംബർ മാസം 28-ാം തീയതി 1201 ആണ്ട് ധനുമാസം 13-ാം തീയതി ഞായറാഴ്ച. ഇന്ന് ഉദയനക്ഷത്രം വന്നിരിക്കുന്നത് ഉത്രട്ടാതി നക്ഷത്രമാണ്. ഉത്രട്ടാതി നക്ഷത്രം ശുഭനക്ഷത്രമാണ്. അപ്പോൾ ശുഭനക്ഷത്രം ആണ് ഉത്രട്ടാതി. അതുപോലെ ഇന്ന് ശുഭദിനമാണ് ഞായറാഴ്ച. സൂര്യഭഗവാന്റെ ദിവസം. പ്രപഞ്ചനാഥനാണ് സൂര്യൻ. നക്ഷത്രദേവനാണ്, ജ്യോതിഷദേവനാണ് സൂര്യൻ. ആ സൂര്യൻ്റെ ദിവസം കിട്ടിയിരിക്കണം. നല്ല നക്ഷത്രവും കൂടി വന്നിരിക്കുന്നത് കൊണ്ട് ഇന്ന് ശുഭകാര്യങ്ങൾക്കെല്ലാം അനുകൂലപ്രദമാണ്, സന്തോഷപ്രദമായ ദിവസമാണ്. ശുഭപ്രദമായ കാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ ഒരു ദിവസമാണ്. അതുപോലെ തന്നെ ധനുമാസത്തിലെ ഉത്രട്ടാതി നക്ഷത്രം ബർത്ത്ഡേറ്റ് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ നമുക്ക് ചിന്തിക്കുമ്പോൾ വളരെ ഭാഗ്യദായകമായ ഒരു വർഷമായിരിക്കും നിങ്ങൾക്ക്. കാരണം സാമ്പത്തിക പുരോഗതി ഉണ്ടാവും, പ്രശസ്തി ഉണ്ടാവും, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അംഗീകാരം ലഭിക്കും. കാരണം പ്രകാശിക്കാൻ പറ്റും, നമുക്ക് ഷൈൻ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് കലാ കായിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ അംഗീകാരങ്ങൾ ലഭിക്കുന്ന കാലഘട്ടമാണ്. വിദ്യാർത്ഥികൾക്ക് വളരെ പുരോഗതിയെ കൊടുക്കും. സമ്പത്തും സൗഭാഗ്യവും വർദ്ധിക്കും. അവർക്ക് നല്ല റിസൾട്ട് ലഭിക്കും. അത്രയ്ക്ക് ഐശ്വര്യപ്രദമായ ഒരു വർഷം നിങ്ങൾക്ക് പ്രദാനം ചെയ്ത് തന്നിരിക്കേണ്ടതുകൊണ്ട് ഈ ഒരു വർഷത്തെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുക. ഇന്ന് നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കണം. നല്ല ദിവസമാണ്, പക്ഷെ നമ്മൾ ഫംഗ്ഷനോ ബാക്കി ഔട്ടിങ്ങിനോ പർച്ചേസിങ്ങിനോ ഒക്കെ പോണത് ഈവനിങ് ആണ്. അപ്പോൾ ഈ സമയത്താണ് രാഹുകാലം പറഞ്ഞത്. 4 മണി മുതൽ 6 മണി വരെ രാഹുകാല സമയമാണ്. അപ്പോൾ രാഹുകാലം 4 മണിക്കല്ല, 4:43 രാഹുകാലം തുടങ്ങുകയുള്ളൂ. 6 മണി 10 മിനിറ്റ് വരെ രാഹുകാല സമയമുണ്ട്. അപ്പോൾ ഈ സമയം നമുക്ക് നോക്കി കണ്ട് പുറത്തിറങ്ങണം. അതുപോലെ തന്നെ ഇന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഗുളിക കാലസമയവും യമകണ്ഠ കാലസമയവും ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. ഇപ്പോൾ ഗുളിക കാലസമയം വരുന്നത് 3 മണി 17 മിനിറ്റ് തൊട്ട് 4:43 വരെയും യമകണ്ഠ കാലസമയം വരുന്നത് 12:26 തൊട്ട് 1:52 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. ഇന്നും അഭിജിത്ത് മുഹൂർത്തമുണ്ട്, എല്ലാ ദിവസവും ഉണ്ട്. ഇന്ന് നമുക്ക് മുഹൂർത്തം ഉള്ള ദിവസമാണ്. മുഹൂർത്തം ഇല്ലാത്ത ദിവസത്തിലാണ് അഭിജിത്ത് മുഹൂർത്തത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നമ്മൾ കൊടുക്കണേ. മുഹൂർത്തങ്ങളിൽ മുഹൂർത്തമാണ് അഭിജിത്ത് മുഹൂർത്തം. മുഹൂർത്തങ്ങളുടെ രാജാവാണ് അഭിജിത്ത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് 12:02 തൊട്ട് 12:50 വരെ 48 മിനിറ്റ് നേരം. അതുപോലെ തന്നെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വീട്ടിൽ നിൽക്കുമ്പോഴും സൂര്യഭഗവാന്റെ എനർജി നമ്മളിലേക്ക് വലിച്ചെടുക്കാൻ വേണ്ടി കളർ ഡ്രസ്സിന് വളരെ പ്രാധാന്യമുണ്ട്. അത് താമരപ്പൂവിൻ്റെ കളറിലോ റോസ് കളറോ അല്ലെങ്കിൽ ചുടുകളിൻ്റെ കളറോ ചുവന്ന മിക്സായിട്ടുള്ള കളറുകളോ ആയിട്ടുള്ള വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക. കാരണം ഞായറാഴ്ച ആയതുകൊണ്ട് നമുക്ക് ഇഷ്ട വസ്ത്രം ധരിച്ച് നടക്കാം. അപ്പോൾ ധരിക്കുന്നത് ഭാഗ്യദായകമായി തീരും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും സൂര്യഭഗവാന്റെ അനുഗ്രഹത്താൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.